ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. കുടുംബം സ്നേഹത്തിൻ്റെ ആനന്ദം. ഫ്രാൻസിസ് മാർപ്പാപ്പ കുടുംബങ്ങളെ സംബന്ധിച്ച് നൽകിയിരിക്കുന്ന ഏറ്റവും പുതിയ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ പ്രമാണരേഖയിൽ, സിനഡാനന്തര ഡോക്യുമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, കുടുംബത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും മനോഹരമായ ഒരു ആവിഷ്കാരം, കുടുംബം സമം സ്നേഹത്തിൻ്റെ ആനന്ദം. കത്തോലിക്കാ സഭയ്ക്ക് രണ്ട് കാര്യങ്ങളിൽ ഒരു കുടുംബത്തെ സംബന്ധിച്ച് നിർബന്ധമുള്ളതുപോലെ സഭ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, കുടുംബത്തിൽ വിശ്വാസം നിലനിൽക്കണം. ആ വിശ്വാസം നിലനിന്നെങ്കിൽ മാത്രമേ കുടുംബത്തിൽ ആനന്ദമുണ്ടാവുകയുള്ളൂ. ആർക്കും നമ്മളെ ചിരിപ്പിക്കാൻ പറ്റും, പക്ഷേ ആർക്കും നമ്മളെ സന്തോഷിപ്പിക്കാൻ സാധിക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് സഭ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, കുടുംബം സ്നേഹത്തിൻ്റെ ആനന്ദം. മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിലെ 6-ാമത്തെ വചനം, ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന്. 11-ാമത്തെ വചനത്തിൽ വീണ്ടും ഈശോ തന്നെ പറയുകയാണ്, കൃപ ലഭിച്ചവർക്കല്ലാതെ മറ്റാർക്കും ഇത് സാധിക്കുകയില്ല. ദൈവം യോജിപ്പിക്കുന്നതാകണം. ദൈവം യോജിപ്പിച്ചത് ഒരു കാരണവശാലും മനുഷ്യർ വേർപെടുത്താൻ പാടില്ല. ഇനി ഇങ്ങനെ വേർപെടാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ കുടുംബജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ്. കൃപ ലഭിച്ചവർക്കല്ലാതെ മറ്റാർക്കും ഇത് സാധ്യമല്ല എന്നാണ് ഈശോ പഠിപ്പിക്കുക. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ, സാക്ഷര കേരളത്തിൽ ഏകദേശം 20,000-ഓളം വിവാഹമോചന കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ യുവജനങ്ങൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് വിവാഹം കഴിക്കുക? പലവിധത്തിലുള്ള അഭിപ്രായങ്ങളും അഭിപ്രായ സമന്വയങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഒരു പോസ്റ്റ് മോഡേൺ യുഗത്തിൽ ഒത്തിരിയേറെ ആശയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യുവജനങ്ങളെ വളരെ അസ്വസ്ഥമാക്കുന്ന ഒരു ചോദ്യമാണ്, പലരും ഒരുമിച്ച് താമസിക്കുമ്പോൾ 6 മാസം താമസിച്ച് പിരിയുന്നു, 1 വർഷം താമസിച്ച് പിരിയുന്നു. ഇങ്ങനെ പിരിയുന്ന കാലഘട്ടത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് വിവാഹം കഴിക്കുന്നത്? ഇവിടെയാണ് ബൈബിളിലേക്ക് നമ്മൾ തിരിയുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവമായ കർത്താവ്, ദാമ്പത്യം കണ്ടുപിടിച്ചവൻ, കുടുംബം കണ്ടുപിടിച്ചവൻ വ്യക്തമായി നമ്മോട് പറയുകയാണ്, ഒരു കുടുംബ ജീവിതത്തിൽ എന്തിനു വേണ്ടി വിവാഹം കഴിക്കുന്നു എന്ന് ചോദിച്ചാൽ 3 ലക്ഷ്യങ്ങൾ വചനത്തിൽ വളരെ മനോഹരമായിട്ട് കാണാൻ സാധിക്കും. പ്രപഞ്ച സൃഷ്ടിയിലെല്ലാം മനോഹരമായി കണ്ട ദൈവം ഒരു കാര്യം കണ്ടിട്ട് പറഞ്ഞു, ഇത് അത്ര നല്ലതല്ല. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, ഏകയായിരിക്കുന്നത് നല്ലതല്ല. ഏകയായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള ഏകാന്തതയുണ്ട്, മാനസികമായ ഏകാന്തതയുണ്ട്, ശാരീരികവും മാനസികവും ആത്മീയവുമായ ഏകാന്തതയുണ്ട്. ഏകമായി ജീവിക്കുന്നത് അസ്വസ്ഥമാണ്, നല്ലതല്ല എന്ന് ആധുനിക മനഃശാസ്ത്രവും നമ്മെ ഇന്ന് പഠിപ്പിക്കുകയാണ്. ഒറ്റപ്പെടുമ്പോഴാണ് വേദന കൂടുക. മനുഷ്യനെന്ന് പറയുന്നത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് തൻ്റെ സ്നേഹത്തിൻ്റെ സാദൃശ്യത്തിലാണ്. സ്നേഹമെന്ന് പറയുന്നത് പങ്കുവയ്ക്കാനുള്ളതാണ്, അത് കൊടുക്കാനും സ്വീകരിക്കാനുമുള്ളതാണ്. ഒരാൾ മാത്രം കൊടുക്കുകയും മറ്റൊരാൾ സ്വീകരിക്കുകയും മാത്രമല്ല, ഇത് കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യാണ്. അപ്പോൾ സ്നേഹത്തിൻ്റെ നാരുകൾ കൊണ്ടാണ് മനുഷ്യ വ്യക്തി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ മനുഷ്യൻ കുടുംബജീവിയാണ്. ദാമ്പത്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കണ്ടുപിടുത്തമല്ല, അത് ദൈവത്തിൻ്റെ കണ്ടുപിടുത്തമാണ്. ദമ്പതികളെ ഒന്നിപ്പിക്കുന്ന ദൈവമാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ട് വിവാഹം കഴിക്കുന്നു എന്ന് ചോദിച്ചാൽ ബൈബിൾ വ്യക്തമായിട്ട് ഉത്തരം പറയും, ഒന്ന്, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും, അങ്ങനെ ഏകാന്തത അകറ്റാൻ, സ്നേഹവിനിമയത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുടുംബം എന്താണ്? ദാമ്പത്യ സ്നേഹവിനിമയത്തിന് വേണ്ടിയാണെങ്കിൽ കുടുംബം എന്താണ്? അത് സ്നേഹത്തിൻ്റെ കൂടാരമാണ്. അപ്പോൾ സ്നേഹത്തിൻ്റെ കൂടാരത്തിൽ സ്നേഹവിനിമയം പരസ്പരം നടത്തുക എന്നുള്ളതാണ് വിവാഹത്തിൻ്റെ 1-ാമത്തെ ലക്ഷ്യം. രണ്ടാമതായിട്ട് വീണ്ടും ദൈവമായ കർത്താവ് അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ വർദ്ധിച്ചു പെരുകണം. ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് സ്നേഹകൂടാരത്തിൽ പരസ്പരം സ്നേഹം വിനിമയം ചെയ്യാനുള്ളതാണെങ്കിൽ അതുകൊണ്ട് അവസാനിക്കുന്നില്ല. അതിൻ്റെ ഫലമെന്ന് പറയുന്നത് ജീവൻ്റെ വിനിമയമാണ്. എക്സ്ചേഞ്ച് ഓഫ് ലവ് ലീഡ്സ് ടു എക്സ്ചേഞ്ച് ഓഫ് ലൈഫ്. ജീവവിനിമയം സ്നേഹവിനിമയത്തിലേക്ക് വഴി നയിക്കുന്നു. ഒരു ചെടി നട്ടു കഴിഞ്ഞാൽ അതിന് പൂവുണ്ടാകണം, കായുണ്ടാകണം എന്ന് പറഞ്ഞതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പരസ്പരമുള്ള സ്നേഹം വർദ്ധിച്ചു കഴിയുമ്പോൾ അപ്പൻ്റെയും അമ്മയുടെയും ഹൃദയത്തിലെ സ്നേഹം ഉദരത്തിൽ ഒഴിച്ചു വയ്ക്കുന്നതാണ് മക്കൾ എന്ന് പറയുന്നത്. ഒരമ്മയുടെയും അപ്പൻ്റെയും ഹൃദയത്തിലെ സ്നേഹം കൊച്ചു കൊച്ചു പാത്രങ്ങളിലേക്ക് ഒഴിച്ചു വയ്ക്കുന്നതാണ് മക്കൾ എന്ന് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ വിവാഹത്തിൻ്റെ 2-ാമത്തെ ലക്ഷ്യം ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്, അസന്നിഗ്ധമായിട്ട് പഠിപ്പിക്കുകയാണ്. 1-ാമത്തേത് സ്നേഹവിനിമയമാണെങ്കിൽ 2-ാമത്തേത് ജീവവിനിമയമാണ്. ഇനി അതിനുശേഷം ദൈവമായ കർത്താവ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. മാതാപിതാക്കളും സഹോദരങ്ങളൊക്കെ പറഞ്ഞു, ഇനി അവർ മാതാപിതാക്കളെ വിട്ട് അവർ ഒന്നു ചേരും, അവരിനി ഇണയും തുണയുമായി ജീവിക്കും. കത്തോലിക്കാ സഭ പറയാറുണ്ട്, പഠിപ്പിക്കുന്നുണ്ട് കാര്യമുണ്ട്, ഫാദർ ഈസ് ദ ഹെഡ് ഓഫ് ദി ഫാമിലി.
അപ്പൻ എന്ന് പറഞ്ഞ കുടുംബത്തിൻ്റെ ശിരസ്സാണ്, അമ്മ എന്ന് പറയുന്നത് ഹാർട്ട് ഓഫ് ദി ഫാമിലി. അപ്പൻ ശിരസ്സാണ്, അമ്മ ഹൃദയമാണ്. അങ്ങനെയെങ്കിൽ ഇണയായിട്ടും തുണയായിട്ടും വസിക്കുക എന്നുള്ളതാണ് ദാമ്പത്യ ജീവിതത്തിൻ്റെ മൂന്നാമത്തെ ലക്ഷ്യം. വളരെ വ്യക്തമാണ്. സ്നേഹവിനിമയം നടത്തി സ്നേഹത്തിൻ്റെ കൂടാരം സൃഷ്ടിക്കുക. 2, ജീവവിനിമയം സൃഷ്ടിച്ച് ജീവൻ്റെ കൂടാരത്തിൽ വസിക്കുക. 3, പരസ്പരം അഭയം കൊടുത്ത് മ്യൂച്വൽ ഇല്യൂമിനേഷൻ, പരസ്പരം സുരക്ഷിതത്വം കൊടുത്ത് ഇണയും തുണയുമായിട്ട് ജീവിക്കുക. നിനക്ക് ഞാനും എനിക്ക് നീയും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക്. നമ്മൾ ചിലപ്പോഴൊക്കെ കാളവണ്ടി പോകുന്നത് കാണാറുണ്ട്. ഈ കാളവണ്ടി 2 കാളയെ കെട്ടിയിട്ടുണ്ട്. ഈ 2 കാളയെ നിയന്ത്രിക്കണമെങ്കിൽ മൂന്നാമത് ഒരു കാളവണ്ടിക്കാരൻ ആ കാളവണ്ടിയിൽ ഉണ്ടാകണം. ഇതുപോലെ കുടുംബജീവിതത്തെ ഒരു ഭാര്യയും ഭർത്താവിനെയും ഒന്നിപ്പിക്കുന്നത് ദൈവമാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, കൃപ ലഭിച്ചവർക്കല്ലാതെ മറ്റാർക്കും ഇത് പറ്റില്ല. ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരാതെ ഈ ഭാര്യയും ഭർത്താവിനെയും ഒരു സ്ത്രീയെയും പുരുഷനെയും ഭാര്യയും ഭർത്താവുമായ ജീവിതത്തിൻ്റെ അന്ത്യകാലം വരെ അംഗീകരിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവകൃപ ലഭിക്കാതെ മറ്റാർക്കും സാധിക്കില്ല. എന്താണ് ഈ ദൈവകൃപ? കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. ദൈവകൃപ എന്ന് പറയുന്നത് പാർട്ടിസിപ്പേഷൻ വിത്ത് ഡിവൈൻ ലൈഫ്, ദൈവിക ജീവനോട് പങ്കുചേർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. തായ്തണ്ടിനോട് ശാഖ ചേർന്ന് നിൽക്കുന്നത് പോലെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതത്തിൽ ദൈവിക ജ്ഞാനം ലഭിക്കും, ദൈവിക വെളിച്ചം ലഭിക്കും, ദൈവിക ശക്തി ലഭിക്കും. അപ്പോൾ ദൈവിക ജ്ഞാനവും ദൈവിക ശക്തിയും ലഭിക്കുമ്പോഴാണ് കൃപയിൽ നിൽക്കുന്നത്. ഈ കൃപയുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ജീവിത പങ്കാളി എന്ന് പറയുന്നത് എനിക്ക് ഉപയോഗിക്കാനുള്ള വസ്തുവല്ല, സ്നേഹിക്കാനുള്ള വ്യക്തിയാണ് എന്ന് കാണുന്നത്. എനിക്ക് ഉപയോഗിക്കാനുള്ള വസ്തുവല്ല, സ്നേഹിക്കാനുള്ള വ്യക്തിയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യനെ സ്നേഹിക്കാനും വസ്തുക്കളെ ഉപയോഗിക്കാനും ദൈവത്തെ ആരാധിക്കാനാണ്. ഇതാണ് പ്രപഞ്ചത്തിൻ്റെ താളം. ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് ഒരു കണക്കാണ്. ദൈവമാകുന്ന കണക്ക് മാഷ് ഈ കുടുംബ ജീവിതത്തിന്, ഈ പ്രപഞ്ചത്തിനൊരു താളമിട്ടിട്ടുണ്ട്. ദൈവത്തെ ആരാധിക്കുക, സഹജീവികളെ സ്നേഹിക്കുക, വസ്തുക്കളെ ഉപയോഗിക്കുക. എന്നാണോ ഈ കണക്ക് തെറ്റിയത്, അതായത് വസ്തുക്കളെ ഉപയോഗിക്കുന്നു, വ്യക്തികളെ ഉപയോഗിക്കുന്നു, ദൈവത്തെ ഉപയോഗിക്കാൻ തുടങ്ങി, അതാണ് ഇന്ന് കുടുംബജീവിതത്തിൻ്റെ കണക്ക് തെറ്റതിൻ്റെ ആദ്യ കാരണം. അവിടെ നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ എവിടെയാണ് ആ കുടുംബത്തിന് തെറ്റുപറ്റിയത്. ദൈവം ആ കുടുംബത്തോട് പറഞ്ഞു, ഈ കുടുംബം ഇങ്ങനെ ഇണയും തുണയുമായി ജീവിക്കാൻ, ജീവൻ്റെ വിനിമയം നടത്താൻ, സ്നേഹത്തിൻ്റെ വിനിമയം നടത്തി ജീവിക്കണമെന്നുണ്ടെങ്കിൽ 2 കാര്യം പറഞ്ഞു. ഒന്ന് പോസിറ്റീവായിട്ട് പറഞ്ഞു, ഭാവാത്മകമായിട്ട് പറഞ്ഞു, ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് മാത്രമേ പറിച്ചു തിന്നാവൂ. അതായത് കൃപയിൽ ജീവിക്കാനുള്ള ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് വചനം മാംസമായി മാറുന്ന വിശുദ്ധ കുർബാന. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ വെളിപാട് പൂർത്തിയാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, ഈ ജീവൻ്റെ വൃക്ഷം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനം മാംസമായി മാറുന്ന വിശുദ്ധ കുർബാനയാണ് ജീവൻ്റെ വൃക്ഷം. ഈ ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് പറിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുക. നമ്മുടെ കുടുംബത്തെ നിയന്ത്രിക്കേണ്ടത് ചാനൽ പരസ്യങ്ങളല്ല. നമ്മുടെ കുടുംബത്തെ നിയന്ത്രിക്കേണ്ടത് ഏതെങ്കിലും വരുന്ന പത്രമാസികളിൽ വരുന്ന പരസ്യങ്ങളല്ല. നമ്മുടെ കുടുംബത്തെ നിയന്ത്രിക്കുന്ന ദൈവം നയിക്കുന്ന കുടുംബം, അതാണ് കൃപയിൽ നിറയുന്ന ഒരു കുടുംബമാണ് നമുക്കിന്ന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് സ്നേഹവിനിമയത്തിന് വേണ്ടി, ജീവവിനിമയത്തിന് വേണ്ടി പരസ്പര പൂരകങ്ങളായിട്ട് ഒരു കുടുംബം ജീവിക്കുമ്പോൾ മാത്രമേ അതിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് ചരട് പൊട്ടിയ വട്ടം പോലെ തകർന്നടിയുന്നതാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ന് വിവാഹമോചനത്തിൻ്റെ കേസുകൾ കോടതിയിലേക്ക് വരുമ്പോൾ ദൈവകൃപയില്ലാത്തത് കൊണ്ടാണ്. ഈശോ പറഞ്ഞത് വളരെ സത്യമാണ്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവം യോജിപ്പിച്ചതാണ്. ദൈവം യോജിപ്പിച്ചതാണെങ്കിൽ നമ്മുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചെന്ന പോലെ അതിലൊരു പ്രായപ്പൊരുത്തം ഉണ്ടാകും. 2, ആ ബന്ധത്തിൽ ഒരു ശരീരപ്പൊരുത്തം അല്ലെങ്കിൽ ഒരു സൗന്ദര്യപ്പൊരുത്തം ഉണ്ടാകും. 3ാമതായിട്ട് ഒരു സ്വഭാവപ്പൊരുത്തം ഉണ്ടാകും, ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സ്വഭാവപ്പൊരുത്തം ഉണ്ടാകും. 4ാമതായിട്ടൊരു സാമ്പത്തിക പൊരുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവ് 2 കുടുംബങ്ങൾ തമ്മിൽ ഒന്നു ചേരുമ്പോൾ ഒരു സാമ്പത്തിക പൊരുത്തം ഉണ്ടാകും. മറ്റൊന്ന് വിദ്യാഭ്യാസ പൊരുത്തമാണ്. ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു വിദ്യാഭ്യാസ പൊരുത്തം ആവശ്യമാണ്. അതുപോലെ മറ്റൊന്നുള്ളതാണ് കുടുംബ പൊരുത്തം എന്ന് പറയുന്നത്. 2 കുടുംബങ്ങൾ തമ്മിലുള്ള ഒരുമിച്ചുള്ള ഒഴുകലാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ദൈവഭയമുള്ള കുടുംബം. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് സുറിയാനി പിതാക്കന്മാർ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ്, ഒരു കുടുംബ ജീവിതത്തിന് ഒരു ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ 7 ലക്ഷണങ്ങൾ നോക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 പ്രായപ്പൊരുത്തം, 2 ശരീരപ്പൊരുത്തം അല്ലെങ്കിൽ സൗന്ദര്യപ്പൊരുത്തം, 3 സ്വഭാവപ്പൊരുത്തം, 4 വിദ്യാഭ്യാസ പൊരുത്തം, മറ്റൊന്നുള്ളതെന്ന് പറയുന്നത് കുടുംബപ്പൊരുത്തം, അതോടൊപ്പം തന്നെ വിശ്വാസപ്പൊരുത്തം. ഈ 7 നൂലുകൾ നമ്മൾ കാണാറുണ്ട്. വിവാഹ അവസരത്തിൽ മന്ത്രകോടിയിൽ നിന്ന് വിരിച്ചെടുത്ത 7 നൂലുകൾ ചേർത്താണ് താലി കെട്ടുക എന്നുള്ളത്. ഈ താലിയിൽ കുരിശിൻ്റെ ആകൃതിയുണ്ട്. അത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഒന്നു ചേരുന്നു. കുരിശിൻ്റെ മുദ്രയാൽ അവർ ഒന്നിക്കുകയാണ്. ദൈവകൃപയാൽ ഒന്നിക്കപ്പെട്ടതാണ്.
അതുകൊണ്ടാണ് ആ 7 നൂലുകൾ എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ 7 പൊരുത്തങ്ങളാണ്. 7 എന്ന് പറയുന്നത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ നമ്പറാണ്. സപ്തം പൂർണ്ണമാണ്. നിന്നെ ഞാൻ പൂർണ്ണമായും എൻ്റെ സ്നേഹത്തിൽ കോർത്തെടുക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ ഒരു പ്രതീകമാണ്. കൃപ ലഭിച്ചവർക്കല്ലാതെ മറ്റാർക്കും ഇത് സാധിക്കുകയില്ല. കൃപയില്ല എങ്കിൽ ഈ വിവാഹ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ആദ്യ കുടുംബത്തിന് പറ്റിയത് തന്നെ സംഭവിക്കുന്നു. അവരെന്താണ് ചെയ്തത്? ആദ്യ കുടുംബത്തിന് പറ്റിയ അബദ്ധം, ദൈവം പറയുന്നത് കേൾക്കാതെ വഴിയെ പോകുന്നവർ പറയുന്നത്, മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജീവിതത്തെ ക്രമപ്പെടുത്താൻ തുടങ്ങി. ദൈവത്തെ തഴഞ്ഞു, തമ്പുരാനെ തഴഞ്ഞു, തറവാട് നശിച്ചു. ഇനി ആ തറവാട്ടിലുണ്ടായ രണ്ടാമത്തെ ദുരന്തം എന്താണ്? തമ്പുരാനെ തഴഞ്ഞു, താന്തോന്നികൾ കുടുംബത്തിൽ ജനിച്ചു. ആ കുടുംബത്തിൽ വീണ്ടും അടുത്ത ദുരന്തം വരികയാണ്. തമ്പുരാനെ തഴഞ്ഞു, തലമുറയും നശിച്ചു, തറവാടും നശിച്ച അനുഭവം. ദൈവവചനത്തെ തിരസ്കരിക്കുന്ന ഏതൊരു കുടുംബത്തിനും സംഭവിക്കുന്ന ഈ 3 ദുരന്തങ്ങളാണ്. ഒന്ന്, തമ്പുരാനെ തഴഞ്ഞു കുടുംബത്തിൽ നിന്ന് ഇറക്കി വിട്ടാൽ തലമുറകൾ നശിക്കും. അതോടൊപ്പം തന്നെ തമ്പുരാനെ തഴഞ്ഞ് കുടുംബത്തിൽ നിന്ന് ഇറക്കി വിട്ടാൽ അവിടെ ജനിക്കാൻ പോകുന്ന ദൈവമക്കളല്ല, താന്തോന്നികളായിരിക്കും. മൂന്നാമത്തെ കുടുംബം അതാണ്, ദൈവം തമ്പുരാന് പ്രാധാന്യം കൊടുക്കാതെ, ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കാതെ കുടുംബജീവിതം നയിക്കാൻ ആരംഭിച്ചാൽ അവിടെ സംഭവിക്കുന്നത് തലമുറയും നശിക്കും, തറവാടും നശിക്കും. ആദ്യ കുടുംബത്തിൽ സംഭവിച്ചത് തന്നെയാണ്. മാതാപിതാക്കന്മാർ ദൈവവുമായുള്ള ബന്ധം തകർന്ന അവസരത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം അകലാൻ തുടങ്ങി. അവർ ഉടനെ ചോദിച്ചു, നീ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീയാണെന്ന്. ദൈവത്തെ പഴിചാരാൻ തുടങ്ങി. ഇത്രകാലം ഇഷ്ടപ്പെട്ട് സ്വീകരിച്ച ജീവിത പങ്കാളി ഇപ്പോൾ പറയുകയാണ്, ദൈവം എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീയാണെന്ന് പറഞ്ഞ് ദൈവത്തിന് നേരെ പഴിചാരുകയാണ്. അതായത് ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ എന്ന് ദൈവവിശ്വാസം, ഒരു സ്ത്രീയെയും പുരുഷനെയും തമ്മിൽ ഒന്നിപ്പിക്കണമെങ്കിൽ അവിടെ ദൈവവിശ്വാസം ഉണ്ടാകണം. ദൈവകൃപയില്ലാതെ ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. ഈ കാളവണ്ടി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ കാളവണ്ടിയിൽ ഒരു കാളവണ്ടിക്കാരൻ ഉണ്ടാകണമെങ്കിൽ ആ കാളവണ്ടിക്കാരൻ്റെ നിയന്ത്രണം അനുസരിച്ചാണ്, അല്ലാതെ ഈ കാള പോകുന്നെങ്കിൽ അതിനൊരിക്കലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ദൈവവചനത്തെ തിരസ്കരിച്ച കുടുംബത്തിൽ ഒന്നാമത്തെ ദുരന്തം ഭാര്യയും ഭർത്താവും തമ്മിൽ അകലുകയാണ്. ഇന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോ, വിശുദ്ധ കുർബാന കയ്യിൽ ദൈവം ഒന്നിപ്പിച്ചതാണ് ഒരു കുടുംബത്തെ. അതിനുശേഷം ആർഭാടങ്ങളും ആടയാഭരണങ്ങളും ഒക്കെ ധരിച്ച് വിവാഹ ജീവിതം ആരംഭിക്കുകയാണ്. പിന്നീട് വിശുദ്ധ കുർബാനയെ തിരസ്കരിച്ചു, വചനത്തെ തിരസ്കരിച്ചു, ഒരു മുഴുവൻ കുർബാനയിൽ പോലും സംബന്ധിക്കാൻ പറ്റില്ല, ജീവിതത്തിൽ ഒരു നോമ്പ് പോലും നോക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ജീവിതത്തിൽ വചനത്തെ തിരസ്കരിച്ചു, കൂദാശകളെ തിരസ്കരിച്ച കുടുംബത്തിനൊന്നും അധികകാലം കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ചിലർക്കൊരു വിചാരമുണ്ട്, നമ്മുടെ ആധുനിക കുടുംബങ്ങളെ ബാധിച്ചിരിക്കുന്ന 3 അന്ധവിശ്വാസമുണ്ട്. അതിലൊന്നാമത്തെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ പണത്തിന് മീതെ പരുന്തും പറക്കില്ല. പണം കൊണ്ട് എല്ലാം നേടിയെടുക്കാമെന്നുള്ള ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു സൂപ്പർസ്റ്റിഷൻ നമ്മുടെ സമൂഹത്തിലുണ്ട്. നല്ല വീടായി കഴിഞ്ഞാൽ, നല്ല കാറ് മേടിച്ചു കഴിഞ്ഞാൽ, നല്ല സൗകര്യമായി കഴിഞ്ഞാൽ, വിദേശത്തൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു തരത്തിൽ എല്ലാമായി പണം കൊണ്ടെല്ലാം നേടിയെടുക്കാമെന്നുള്ള ഒരു അഹന്ത പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കുടുംബങ്ങളെ ബാധിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് കൺസ്യൂമർ സൊസൈറ്റിയാണ്, ഒരു ഉപഭോഗ സംസ്കാരം. വാങ്ങിച്ചാലേ ഞാനുള്ളൂ, കാണിച്ചാലേ ഞാനുള്ളൂ, വാങ്ങിക്കുക കാണിക്കുക, അങ്ങനെ പണത്തിന് അമിത പ്രാധാന്യം കൊടുക്കുന്ന കുടുംബം. ലൂക്കാസ് സുവിശേഷം 12:15 ഈശോ വ്യക്തമായിട്ട് പറഞ്ഞു, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുക. മനുഷ്യജീവിതം സമ്പന്നമാകുന്നത് സമ്പത്ത് കൊണ്ടല്ല. കുടുംബത്തിൽ സമ്പത്ത് വേണ്ടെന്നല്ല പറയുക. കത്തോലിക്ക സഭയുടെ നിലപാടിതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട്, കണ്ണുനീര് വീണ പണം, രക്തം വീണ പണം ഏത് കുടുംബത്തിൽ വന്നോ ആ കുടുംബത്തിൻ്റെ അടിത്തറ ഇളകും. അത് സത്യമാണ്. ഈ കണ്ണുനീരെന്ന് പറയുന്നത് അത് സൾഫ്യൂരിക് ആസിഡിനേക്കാളും വലുതാണ്. ഇരിക്കുന്ന പാത്രം കൂടി ദ്രവിപ്പിച്ച് കളയുന്നതാണ്. മാതാപിതാക്കളുടെ കണ്ണുനീര്, മക്കളുടെ കണ്ണുനീര്, സഹോദരങ്ങളുടെ കണ്ണുനീര്, ദമ്പതികളുടെ കണ്ണുനീര്, ഗുരുക്കന്മാരുടെ കണ്ണുനീര്, സഭയുടെ കണ്ണുനീര്, ഇങ്ങനെയുള്ള പാവങ്ങളുടെ കണ്ണുനീര്, ഇത് വീണ സ്ഥലത്തൊക്കെ ഉപ്പുചാക്ക് ഇരിക്കുന്ന സ്ഥലം കൂടെ ദ്രവിപ്പിച്ച് കളയുന്ന പോലെ കണ്ണുനീരിന് ഉപ്പുരസമുണ്ട്. ഇതുപോലെ തന്നെ എവിടെയെല്ലാം കണ്ണുനീര് വീണിട്ടുണ്ടോ അവിടെയെല്ലാം കുടുംബങ്ങൾ തകർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കണ്ണുനീര് വീഴാതിരിക്കാൻ കളവണ്ടിക്കാരനായ കർത്താവ് കുടുംബത്തിൽ കൂടെ ഉണ്ടാകണം. കൂടെ വസിക്കണമേ കർത്താവ് എന്ന് നമ്മളൊക്കെ ഇന്നും പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ്. കുടുംബത്തെ കൂട്ടിവെച്ചത് തമ്പുരാനാണ്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അമോറിസ് ലെറ്റീസിയ എന്ന് പറയുന്ന ദ ജോയ് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ ആനന്ദം എന്ന് പറയുന്ന പ്രമാണരേഖയിൽ പറയുകയാണ്, കുടുംബമെന്ന് പറയുന്നത് ഒരു പള്ളിയാണ്, കുടുംബമെന്ന് പറയുന്നത് ഒരു പള്ളിക്കൂടമാണ്. കുടുംബത്തിന് 2 പ്രത്യേകതയുണ്ട്. ഇന്ന് കുടുംബത്തെ പലരും കാണുന്നത് സത്രമായിട്ടാണ്. വന്ന് 2 ദിവസം താമസിച്ചോ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോകുന്നു. അതോടൊപ്പം അതല്ല കുടുംബം. കുടുംബമെന്ന് പറയുന്നത് അതൊരു സത്രമല്ല, അതൊരു ക്ഷേത്രമാണ്, ഒരു ദൈവാലയമാണ്, ഇതൊരു പള്ളിയാണ്. ഈ പള്ളിയിൽ പഠിപ്പിക്കണം, നയിക്കണം, വിശുദ്ധീകരിക്കണം. ഇന്നത്തെ ആധുനിക കുടുംബങ്ങളിൽ വന്നിച്ചിരിക്കുന്ന വലിയൊരു അപജയം എന്ന് പറയുന്നത് ഇത് പഠിപ്പിക്കേണ്ട സ്ഥാനത്ത് നിൽക്കുന്ന അപ്പനും അമ്മയും പഠിപ്പിക്കേണ്ടവരാണ്, ടീച്ചേഴ്സാണ്. അടിസ്ഥാനപരമായിട്ട് കുടുംബമെന്ന് പറയുന്നത് പ്രൈമറി വിദ്യാലയമാണെന്ന് നമ്മൾ പറയാറുണ്ട്. ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞ് ഈ ജീവിതത്തിലെ മാനുഷിക മൂല്യങ്ങളും ആത്മീയ മൂല്യങ്ങളും ഒക്കെ ആദ്യം പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്.
ഇത് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ആദ്യത്തെ അധ്യാപകർ എന്ന് പറയുന്നത് കുടുംബമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന കുടുംബമാണ്. വലിപ്പം കൊണ്ട് ചെറുതാണെങ്കിലും പ്രാധാന്യം കൊണ്ട് ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന കുടുംബമാണ്. ആ കുടുംബത്തിൽ ഒരു ചാൻസലർ ഉണ്ടാകണം, ആ കുടുംബത്തിൽ ഒരു വൈസ് ചാൻസലർ ഉണ്ടാകണം, ആ കുടുംബത്തിൽ ഒരു നല്ലൊരു സിലബസ് ഉണ്ടാകണം. കാലഘട്ടങ്ങൾക്കനുസരിച്ച് പുതിയ സിലബസുകൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ചില കുഞ്ഞുങ്ങൾക്ക് ചില കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമില്ല, അസൈൻമെൻറ്റ് ചെയ്യാൻ താല്പര്യമില്ല. എന്നാൽ മാതാപിതാക്കൾ അസൈൻമെൻറ്റ് ഇട്ട് കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ജ്ഞാനത്തിലും പ്രായത്തിലും നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുക. ഒന്നാമത്തെ അന്ധവിശ്വാസം, പണം കൊണ്ടെല്ലാം നേടാമെന്ന് വിചാരിച്ചു. ഏതെങ്കിലും ഒരു അല്പം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കൊണ്ട് കുട്ടികളെ ചേർത്ത് കഴിഞ്ഞാൽ എല്ലാമാണെന്ന് വിചാരിച്ചു. ആചാര്യന്മാർക്ക് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആധുനിക മനഃശാസ്ത്രം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. എ സ്റ്റുഡൻറ് എഡ്യൂക്കേറ്റഡ് ഓൺലി അറ്റ് സ്കൂൾ ഈസ് എ മിസ് എഡ്യൂക്കേറ്റഡ് ചൈൽഡ്. സ്കൂളിൽ മാത്രം പഠിപ്പിച്ച കുട്ടി എന്ന് പറയുന്നത് പരിശീലനം കിട്ടാത്ത കുട്ടിയാണ്. കാരണം കുഞ്ഞുങ്ങളിൽ മൃഗപ്രവണത കിടപ്പുണ്ട്. ഉണ്ണുക, ഉണ്ണിയെ ജനിപ്പിക്കുക, ഉറങ്ങുക. ഈ മൃഗപ്രവണതയുള്ള കുഞ്ഞുങ്ങളെ വിശ്വാസം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും സംസ്കരിച്ചില്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ തറവാട് നശിപ്പിക്കും. അതാണ് പണത്തിൻ്റെ അഹന്ത കയറിയ ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് തകർന്നു പോയതിൻ്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. പണത്തിന് അമിത പ്രാധാന്യം കൊടുത്ത കുടുംബത്തിൽ, അത്യാഗ്രഹിയുടെ കുടുംബത്തിൽ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. അത്യാഗ്രഹിയുടെ കുടുംബത്തിൽ ഒരിക്കലും ആത്മാവ് വസിക്കില്ല. അത്യാഗ്രഹിയുടെ കുടുംബം അറമ്പറ്റിപ്പോകുന്നതായിട്ടാണ് ചരിത്രം നമ്മൾ കാണുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 15:25 വ്യക്തമായിട്ട് പറയുകയാണ്, അഹങ്കാരിയുടെ ഭവനം ഞാൻ തകർത്ത് കളയും. രണ്ടാമത്തെ അന്ധവിശ്വാസം ഇന്ന് വന്നിരിക്കുന്നത്, നമ്മളിന്ന് ടെക്നോളജിയുടെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ആഗോള ഗ്രാമത്തിൻ്റെ ആശയവിനിമയത്തിൽ ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും ഇന്ന്. മാർക്ക് ലൂഹൻ പറഞ്ഞതുപോലെ ഇന്നൊരു ഗ്ലോബൽ വില്ലേജിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു അന്ധവിശ്വാസം എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ, പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതോടൊപ്പം വില കൂടിയ 2 മൊബൈലും മേടിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ, ടെക്നോളജിക്കൽ റിലേഷൻസ് എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്നുള്ളൊരു അന്ധവിശ്വാസം പ്രത്യേകിച്ച് പുതിയ ന്യൂജൻ തലമുറയെ ബാധിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 2 മൊബൈലും ഉണ്ട്, വീട്ടിൽ ബ്രോഡ്ബാൻഡ് സൗകര്യമുണ്ട്, ആധുനിക സൗകര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അയൽവക്കംകാരുമായിട്ടൊരു ബന്ധം വേണ്ട, സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം വേണ്ട. ടെക്നോളജിക്കൽ റിലേഷൻസ് കൂടിക്കഴിഞ്ഞപ്പോൾ ഹ്യൂമൻ റിലേഷൻസ് കുറഞ്ഞു വരുന്ന രണ്ടാമത്തെ ഒരു പ്രത്യേകതയാണ്. അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊബൈൽ എന്ന് പറയുന്ന ഒരു ആയുധമാണ്. അത് നാശം കൊയ്തെടുക്കാനും പറ്റും, നന്മ കൊയ്തെടുക്കാനും പറ്റും. അത് ആര് ഉപയോഗിക്കുന്നു? ധാർമ്മിക ബോധമില്ലാത്ത വ്യക്തിയുടെ കയ്യിലിരിക്കുന്ന മൊബൈല് നാശം കൊയ്തെടുക്കാനും ഒരു കുടുംബത്തെ നശിപ്പിക്കാനും ഒരുപക്ഷെ ഒരു മൊബൈലിന് തന്നെ സംഭവിക്കും. ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയൊരു മൊബൈൽ റവല്യൂഷനാണ്. നാശം കൊയ്തെടുക്കാൻ പറ്റും, നന്മയും കൊയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് ധാർമ്മിക ബോധമില്ലാത്ത കുഞ്ഞുങ്ങളുടെ കയ്യിൽ മൊബൈലുകൾ എത്തിക്കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതത്തിൽ പോലും അതൊന്നൊരു വില്ലനായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് രണ്ടാമത്തെ അന്ധവിശ്വാസം. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ പ്രാവീണ്യം നേടിക്കഴിഞ്ഞാൽ കുടുംബം രക്ഷപ്പെടുമെന്ന് ഇല്ല എന്ന് ചരിത്രത്തിൻ്റെ ലബോറട്ടറി നമ്മളെ തെളിയിക്കുന്നു. മൂന്നാമത്തെ അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഞാൻ എന്ന് പറയുന്ന ആൾ ദൈവമാണ്. സെൽഫ് സഫിഷ്യൻസി ഈസ് ദ ന്യൂ ഐഡിയൽ ഓഫ് അവർ ടൈം. ഈ കാലഘട്ടത്തിന് ഒരു വല്ലാത്തൊരു ആൾ ദൈവങ്ങളുടെ നാടാണിന്ന്. അതായത് അല്പം പണവും അല്പം സാങ്കേതിക വിദ്യയുടെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് മുകളിൽ ആരുമില്ല എന്നുള്ള ഒരു അഹന്തയുടെ ആൾ ദൈവത്തിൻ്റെ ആൾമാറാട്ടങ്ങൾ നടക്കുക. അതുകൊണ്ട് പള്ളി ഏതെന്നോ പള്ളിക്കൂടം ഏതെന്നോ തിരിച്ചറിയാത്ത കെട്ടുകാഴ്ചകളായിട്ട് അല്ലെങ്കിൽ ഫ്ലെക്സ് ബോർഡുകളായിട്ട് നമ്മളിന്ന് ക്രിസ്മസ് ട്രീ ആയിട്ട് ദൈവാലയ അന്തരീക്ഷത്തിൽ പോലും വ്യക്തികൾ കടന്നു വരികയാണ്. പണത്തിൻ്റെ വളപ്പ് കാണിക്കാൻ വേണ്ടി, അറിവിൻ്റെ വളപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട്, സാങ്കേതികവിദ്യയുടെ വളപ്പ് കാണിക്കാനായിട്ട് ദൈവാലയത്തിൻ്റെ വിശുദ്ധി പോലും മാറ്റിക്കളഞ്ഞുകൊണ്ട് ഫാഷൻ പരേഡായിട്ട് ദൈവത്തിൻ്റെ ആലയത്തെ പോലും ഉപയോഗിക്കുന്ന പ്രവണത ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുടുംബങ്ങളെ ബാധിച്ചിരിക്കുന്ന 3 വൈറസുകൾ. ഒന്ന് പണത്തിൻ്റെ വൈറസ്, ഫൈനാൻഷ്യൽ വൈറസ് എന്ന് പറയാം. രണ്ടാമത്തെ വൈറസ് എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യയുടെ വൈറസാണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് ആൾ ദൈവമാണ്. ഞാൻ എൻ്റെ കുടുംബത്തിൽ എനിക്ക് മുകളിൽ ആരുമില്ല എന്ന് പറയുന്ന അഹന്തയുടെ ഒരു അനുഭവമാണ്. ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? ആദ്യ കുടുംബത്തിൽ സംഭവിച്ചത് തന്നെയാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകന്നു. രണ്ടാമത് ആ കുടുംബത്തിലുണ്ടായ രണ്ടാമത്തെ ദുരന്തം എന്ന് പറഞ്ഞത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മാനസികമായി അകന്നപ്പോൾ അവർക്ക് ജനിച്ച ഒരു കുഞ്ഞ്. ആ കുഞ്ഞാണ് ചോദിച്ചത്, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണെന്ന്. ഇന്നും ദൈവവിശ്വാസമില്ലാതെ ദൈവത്തെ കുടിയിറക്കിയ കുടുംബത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് താന്തോന്നികളായി തീരുന്ന ധാരാളം അനുഭവങ്ങൾ. ഈശോ പറഞ്ഞു 3-ാം അധ്യായത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ, ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവാണ്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ പൗലോസ് വീണ്ടും ഓർപ്പുണ്ട്, മനുഷ്യ നിനക്ക് ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. നീ വിതയ്ക്കുന്നത് എന്തോ അത് നീ കൊയ്യും. ജഡത്തിൽ വിതച്ചാൽ ജഡത്തിൽ കൊയ്യും, ആത്മാവിൽ വിതച്ചാൽ ആത്മാവിൽ കൊയ്യും. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മാനസിക പൊരുത്തമില്ലാതെ, ആത്മീയ പൊരുത്തമില്ലാതെ, വെറും ഒരു ശാരീരിക പൊരുത്തത്തിൽ ജനിച്ച കുഞ്ഞുങ്ങളൊക്കെ മനുഷ്യൻ്റെ ഹൃദയെ ജനിക്കണം,
ഉദരേ ജനിച്ചാലോ മൃഗമായി ഭവിച്ചിടും. മനുഷ്യൻ്റെ ഹൃദയത്തിലാണ് ജനിക്കേണ്ടത്. അപ്പൻ്റെ അമ്മയുടെ ഹൃദയത്തിൽ നിറഞ്ഞ സ്നേഹം ആണ് മക്കളായിട്ട് രൂപാന്തരപ്പെടുന്നത്. എലിസബത്തിൻ്റെ സക്കറിയായുടെ ഹൃദയത്തിൽ നിറഞ്ഞ സ്നേഹമാണ് യോഹന്നാനായി രൂപപ്പെട്ടത്. അപ്പോൾ മനുഷ്യൻ്റെ ഹൃദയെ ജനിക്കണം, ഉദരേ ജനിച്ചാൽ മൃഗമായി ഭവിച്ചിടും. മനുഷ്യ ജീവിതത്തെ ഊതിക്കാച്ചിയെടുക്കുന്ന ഉലയാണ് കുടുംബം. അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി കുടുംബമാണെന്ന് പറഞ്ഞത്. ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്, ഇന്ന് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രൈമറി വിദ്യാലയം എന്ന് പറയുന്നത് കുടുംബമാണ്. ഈ കുടുംബത്തിൽ അധ്യാപകർ ഉണർന്നിരിക്കണം, ഒരു സാറായിട്ടും ഒരു ടീച്ചറായിട്ടും പഠിപ്പിക്കണം. 2 മാതാപിതാക്കൾ എന്ന് പറയുന്നത് ഒരു നേഴ്സാണ്. ശുചിത്വം പഠിപ്പിക്കണം. കുടുംബത്തിലെ സകല കാര്യങ്ങളും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന, മുറിവ് വെച്ച് കെട്ടിക്കൊടുക്കുന്ന, രോഗം ഭേദമാക്കി കൊടുക്കുന്ന ഒരു ഡോക്ടറുടെ സ്ഥാനത്ത് ഒരു ഹീലിംഗ് മിഷൻ കുടുംബത്തിൽ മാതാപിതാക്കൾക്കുണ്ട്. പഠിപ്പിക്കണം, നയിക്കണം. ഒരു പുരോഹിത സ്ഥാനമുണ്ട്. കുടുംബം എന്ന് പറയുന്നത് ദൈവാലയമാണ്. ആ ദൈവാലയത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന തരത്തിൽ ഈ ദൈവാലയത്തിൻ്റെ മൂല്യങ്ങൾ ആർജിച്ചെടുക്കേണ്ട കുഞ്ഞുങ്ങളാണ് നാളെ ഈ സമൂഹത്തിൽ സഭയെ സ്നേഹിക്കുന്നവരും അതോടൊപ്പം സമൂഹത്തെ സ്നേഹിക്കുന്നവരുമായി മാറുന്നത്. ഈശോയെ നമ്മൾ എന്താ വിശേഷിപ്പിക്കുന്നത്? മിശിഹ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മിശിഹ എന്ന് പറഞ്ഞാൽ രക്ഷകൻ. ആരാണ് രക്ഷകൻ? രക്ഷിക്കുന്നവനാണ് രക്ഷകൻ എന്ന് പറയുന്നത്. ഇന്നും നമ്മുടെ നാട്ടിൽ തിരുക്കുടുംബങ്ങൾ ഉണ്ടാകണമെങ്കിൽ നീതിമാന്മാരായ പിതാക്കന്മാരും വിശുദ്ധീകരിക്കപ്പെട്ട കൃപയുള്ള അമ്മമാരുടെയും ഗർഭപാത്രത്തിൽ മക്കൾ ജനിക്കുമ്പോഴാണ് അവരിന്ന് കുടുംബത്തിൻ്റെ രക്ഷകരായി തീരുക. അമോറിസ് ലെറ്റീസിയയിൽ മാർപ്പാപ്പ പറയുകയാണ്, കുടുംബം സ്നേഹത്തിൻ്റെ ആനന്ദം. ഈ സ്നേഹത്തിൻ്റെ ആനന്ദം നിലനിൽക്കണമെങ്കിൽ സന്തോഷം അത് ആഗ്രഹിക്കാത്തത് ആരാണ്? അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പനും അമ്മയും മക്കളും ചേർന്നുള്ള ഒരു ടീം വർക്കാണ്. ഒരുമിച്ച് പ്രവർത്തിക്കുക. കുടുംബത്തിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ ഷെയർഡ് സക്സസ് ആണ്. അത് അമ്മയ്ക്ക് തന്നെ ഒരു വിജയമില്ല, അപ്പന് തന്നെ ഒരു വിജയമില്ല, മക്കൾക്ക് തന്നെ ഒരു വിജയമില്ല. +2 എല്ലാ വിഷയങ്ങൾക്കും A+ മേടിച്ച കൊച്ചെന്ന് പറയുന്നത് ആ കൊച്ചിൻ്റെ പിന്നിൽ അതിരാവിലെ എഴുന്നേറ്റ് ആ കൊച്ചിന് പൊതിയോറ് കെട്ടിക്കൊടുത്ത അമ്മ തൊട്ട് ആ കൊച്ചിനെ പഠിപ്പിച്ച അധ്യാപകർ തൊട്ട് ഒത്തിരിയേറെ വ്യക്തികളുടെ ടീം വർക്കിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ആ കൊച്ചിന് +2 A+ മുഴുവൻ മേടിക്കാൻ സാധിച്ചു. ഇതുപോലെ കുടുംബജീവിതം എന്ന് പറയുന്നത് ഇതൊരു ടീം വർക്കാണ്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ഈശോയുടെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ഈ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് സഹോദരങ്ങളുടെ സാന്നിധ്യവും നമുക്ക് ആവശ്യമാണ്. വിവാഹം എന്ന കൂദാശ പരികർമ്മം ചെയ്യുന്ന അവസരത്തിൽ ഏറ്റവും അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട്. ആ വിവാഹം ആശീർവദിച്ച ശേഷം ഏറ്റവും സമാപന പ്രാർത്ഥനയിലായിട്ട് പുരോഹിതൻ പറയുകയാണ്, നിങ്ങളുടെ ആവശ്യ നേരത്ത് നിങ്ങളെ സഹായിക്കാൻ ദൈവം ഉത്തമരായ സുഹൃത്തുക്കളെ നൽകട്ടെ. നിങ്ങളുടെ ആവശ്യ നേരത്ത് നിങ്ങളെ സഹായിക്കാൻ ദൈവം ഉത്തമരായ സഹോദരങ്ങളെ നൽകട്ടെ, സുഹൃത്തുക്കളെ നൽകട്ടെ. ഏതൊരു കുടുംബജീവിതവും മുന്നോട്ട് പോകണമെങ്കിൽ ദൈവാനുഗ്രഹം, മാതാപിതാക്കളുടെ അനുഗ്രഹം, സഹോദരങ്ങളുടെ സപ്പോർട്ട്, ഇതില്ലാതെ ഒരു കുടുംബവും മുന്നോട്ട് ഓടാനായിട്ട് പറ്റത്തില്ല. ഓന്ത് ഓടിയാൽ വേലി വരെ എന്ന് പറയുന്ന പോലെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ചെറുമീൻ തുള്ളിയാൽ അത് മുട്ടുവരെയേ തുള്ളത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ അഹന്തയിൽ ആശ്രയിച്ച്, പണത്തിൽ ആശ്രയിച്ച്, സാങ്കേതികത്തിൽ ആശ്രയിച്ച എല്ലാ കുടുംബങ്ങളും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ തകർന്നടിഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് മുമ്പേ പറന്നുപോയ ബലിപ്പക്ഷികളായി തീർന്ന ഒരുപാട് കുടുംബങ്ങൾ നമ്മൾ പറയുന്നു. പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പോലെ ഇത് നമുക്കൊരു പാഠമാണ്, ഇതൊരു മുന്നറിയിപ്പാണ്. നിൽക്കുന്നു എന്ന് വിചാരിക്കുന്ന കുടുംബങ്ങൾ വീഴാതിരിക്കാൻ തിരുക്കുടുംബത്തോട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നീതിമാനായ വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെയും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും മധ്യസ്ഥത നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മുടെ കുടുംബങ്ങളെ, എല്ലാ കുടുംബങ്ങളെയും തിരുക്കുടുംബമായി രൂപാന്തരപ്പെടുത്താനുള്ള കൃപയും ശക്തിയും ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.